Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദനഹ കാലത്തിലെ ഈ വർഷത്തിലെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ ആദ്യ സംഭവമാണ്. 1-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഈശോയുടെ ആദ്യ ദിവസത്തെ പ്രവർത്തനങ്ങൾ കഫർനാമിലായിരുന്നു. അവിടുത്തെ സിനഗോഗില് പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നതും തുടർന്ന് ശിമയോന്റെ അമ്മായിമ്മയെ സുഖപ്പെടുത്തുന്നതുമൊക്കെയായ രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് 1-ാം അധ്യായത്തിൽ. ഗലീലിലെ മറ്റ് ഗ്രാമങ്ങളിലേക്ക് അവിടെ തുടർന്ന് പോകുന്നുണ്ടെങ്കിലും 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ വീണ്ടും ഈശോയെ നമ്മൾ കാണുന്നത് കഫർനാമിൽ തന്നെയാണ്. കഫർനാമില് വീട്ടിലായിരിക്കുമ്പോഴാണ് ഈ ഭാഗത്ത് വിവരിക്കുന്ന സംഭവം നടക്കുന്നത്. ഈ വീട് നിശ്ചയമായിട്ടും ശിമയോന്റെയും അന്ത്രയോസിന്റെയും ഭവനം തന്നെയാകണം. പതിവ് പോലെ തന്നെ ഈശോ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തന്റെ സുവിശേഷ പ്രസംഗവും അതിനോടനുബന്ധിച്ചുള്ള രോഗശാന്തികളും നൽകിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു ജനക്കൂട്ടം ആ ഭവനത്തിൽ തിങ്ങിക്കൂടിയിരുന്നു. ഈശോയെക്കുറിച്ച് കേട്ടറിഞ്ഞിരുന്ന 4 സുഹൃത്തുക്കള് അവരുടെ സ്നേഹിതൻ തളർവാദം ബാധിച്ച് അനങ്ങുവാൻ നിവൃത്തിയില്ലാതെ കഴിഞ്ഞിരുന്ന ആ സ്നേഹിതനെ ഈശോയുടെ പക്കൽ കൊണ്ടുവന്നാൽ സൗഖ്യം ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഈ ഭവനത്തിന്റെ സമീപത്തേക്ക് എത്തുന്നു. പക്ഷേ ഭവനത്തിന് ചുറ്റും ഈ വാതിലിന് ചുറ്റും ആൾക്കാരായിരുന്നതുകൊണ്ട് അകത്ത് പ്രവേശിപ്പിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർ എളുപ്പമാർഗം കണ്ടുപിടിച്ചു. മുകളിൽ കയറി മേൽക്കൂര മാറ്റി ഈശോ നിന്നിരുന്ന സ്ഥലത്തേക്ക്, ഈശോയുടെ മുൻപിലേക്ക് ഈ തളർവാദ രോഗിയെ അവർ സാവധാനം ഇറക്കി. ഇവരുടെ വിശ്വാസം കണ്ട് ഈശോ അരുൾ ചെയ്തു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഇവരുടെ ആരുടെ വിശ്വാസം? ഈ 4 പേരുടേത് മാത്രമല്ല, നിശ്ചയമായും ഈ തളർവാദ രോഗിയുടെയും വിശ്വാസമുണ്ട്. എങ്കിലും ആ 4 പേരുടെ വിശ്വാസം അത് ഏറെ ശ്രദ്ധേയമാണ്. ഈശോ പറഞ്ഞതിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ചുറ്റുമുണ്ടായിരുന്ന പ്രീശരും സദ്ദൂക്കായരുമൊക്കെ നിയമജരുമൊക്കെ ഈശോയ്ക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. ഉള്ളിന്റെ ഉള്ളിൽ പാപം മോചിക്കുവാൻ ദൈവത്തിന് മാത്രമല്ലേ അധികാരമുള്ളൂ, ഇവനെങ്ങനെ പറയുവാൻ സാധിക്കും പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഈശോ അവരുടെ അന്തർഗതം മനസ്സിലാക്കി അവരോട് ചോദിക്കുകയാണ്, ഏതാണ് എളുപ്പം, പാപം മോചിക്കപ്പെട്ടിരിക്കുന്നെന്ന് പറയുന്നതോ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? നിശ്ചയമായും പാപം മോചിക്കപ്പെട്ടിരിക്കുന്നെന്ന് പറയുന്നതാണ് എളുപ്പമെന്ന് നമുക്കറിയാം. എങ്കിലും അവിടുന്ന് പറയുകയാണ്, മനുഷ്യപുത്രന് ഭൂമിയിൽ പാപം മോചിക്കുവാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് എന്ന് പറഞ്ഞിട്ട് തളർവാദ രോഗിയോട് പറഞ്ഞു, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന്. തൽക്ഷണം അവൻ എഴുന്നേറ്റ്, സുഖം പ്രാപിച്ച് എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ഭവനത്തിലേക്ക് പോകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. സഭാപിതാവായ ക്രിസോസ്റ്റോം പറയും, ഇവിടെ പാപം മോചിക്കുവാനുള്ള അധികാരം മാത്രമല്ല, ദൈവികമായ അധികാരം മാത്രമല്ല, ഈ സദ്ദൂക്കായരുടെയും നിയമജ്ഞരുടെയും പ്രീശരുടെയും ഹൃദയവിചാരങ്ങൾ അറിയുന്നതിനു കൂടിയുള്ള ആ ദൈവികമായ ശക്തിയും അധികാരവും കൂടി അവിടെ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്ന്. പാപം മോചിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ അധികാരമാണ് എന്നുള്ളത് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തില് 6-7 വാക്യങ്ങളിലും 51-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യങ്ങളിലുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പാപമോചനാധികാരം ദൈവത്തിൻ്റെതാണ്. കാരണം പാപം ദൈവത്തിനെതിരെയുള്ള പ്രവൃത്തിയാണല്ലോ. സഭാപിതാവായ ഇരണേവുസ് തന്നെ ഇത് പറയുന്നുണ്ട്, പാപം മോചിക്കേണ്ടത് ദൈവമാണ്, കാരണം പാപം ദൈവത്തിനെതിരായുള്ള പ്രവൃത്തിയാണ് എന്ന്. അവിടുന്ന് സമഗ്ര വിമോചകനായതുകൊണ്ട് ശരീരത്തിന് മാത്രമല്ല സൗഖ്യം നൽകുന്നത്, തളർവാദ രോഗം സുഖപ്പെടുത്തുക മാത്രമല്ല, ആത്മാവിന്റെ സൗഖ്യം കൂടി നൽകുന്നത് കൊണ്ടാണ് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നെന്ന് പറയുന്നത് എന്നാണ് അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് പിതാവ് പറയുക. കിടക്കയും എടുത്ത് നടക്കുവാൻ പറയുന്നത്, കിടക്കയെടുത്ത് പോകണമെങ്കിൽ അതിനുള്ള ആരോഗ്യം അവനുണ്ടാകണം. ആ ആരോഗ്യം ഈശോ പ്രദാനം ചെയ്തു എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് കിടക്കയും എടുത്ത് പോവുക എന്ന് പറഞ്ഞതെന്ന് സഭാപിതാവായ അംബ്രോസും പറയുന്നുണ്ട്. ദൈവത്തിന് മാത്രമാണ് പാപം മോചിക്കുവാനുള്ള അധികാരം. ആ അധികാരം വിനിയോഗിക്കുന്നത് വഴി താൻ ദൈവികമായ അധികാരമുള്ളവനാണ്, ദൈവപുത്രനാണ്, ദൈവം തന്നെയാണ് എന്ന് ഈശോ വെളിപ്പെടുത്തുന്ന രംഗമാണ് ഇവിടെ നമ്മൾ കാണുക. ദനഹാകാലം ഈശോയുടെ ദൈവികത വെളിപ്പെടുത്തുന്ന, ഈശോയ്ക്ക് പിതാവുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന രംഗങ്ങളാണല്ലോ നമ്മുടെ ധ്യാന വിഷയമായിരുന്നത്. പാപം മോചിക്കുക ദൈവത്തിന്റെ അധികാരമാണ് എങ്കിലും
പാപമോചനത്തിനുള്ള പാപപരിഹാര ബലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി പുരോഹിതർക്ക് നിർദ്ദേശം നൽകുന്നത് പഴയ നിയമത്തില് സവിശേഷമാംവിധം ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇന്നത്തെ വായന, പഴയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ വായന ലേവ്യരുടെ പുസ്തകം 4-ാം അധ്യായം 13 മുതൽ 21 വരെ വാക്യങ്ങളിലാണല്ലോ. പുരോഹിതൻ പല വിധത്തിലുള്ള ബലികള് പാപപരിഹാരാർത്ഥം അർപ്പിച്ചിരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദഹന ബലിയുണ്ട്, പാപപരിഹാര ബലിയുണ്ട്, ധാന്യബലിയുണ്ട്, സമാധാന ബലിയുണ്ട്. ഈ ഉടമ്പടിക്കെതിരെയുള്ള ഉടമ്പടി പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ തിന്മകൾക്കെതിരെയാണ്, അവയെയാണ് പാപമായിട്ട് കരുതിയിരുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള പദ്ധതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ, ഓരോ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിന്റെ വ്യക്തമായ പദ്ധതിയുണ്ട്, അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പാപമായി ഭവിക്കുന്നത്. ഈ പാപത്തിന് പരിഹാരമായിട്ട് എപ്രകാരമാണ് പരിഹാര ബലി അർപ്പിക്കേണ്ടത് എന്നാണ് ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. പാപപരിഹാരാർത്ഥം ജനത്തിന്റെ പാപത്തിനു വേണ്ടി പ്രവാചകൻ തന്നെ പരിഹാരം ചെയ്യുന്ന രംഗമാണ് ദാനിയേലിന്റെ പുസ്തകത്തില് 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ജെറമിയ പ്രവാചകനുണ്ടായ ദർശനം, ജെറമിയായുടെ പുസ്തകം 25-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളില് ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്ന, യൂദയ ദേശത്ത് സംഭവിക്കാൻ പോകുന്ന ആ 70 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അടിമത്തത്തെക്കുറിച്ച് ജെറമിയായ്ക്ക് ദർശനമുണ്ടായി. ആ ദർശനം അനുസരിച്ച് തന്നെ അത് പൂർത്തിയാവുകയും ചെയ്തു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 36-ാം അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരം ജെറമിയായ്ക്കുണ്ടായിരുന്ന ആ ദർശനം, യഹൂദർക്ക് സംഭവിക്കാൻ പോകുന്ന ആ അടിമത്തത്തിന്റെ നീണ്ട 70 വർഷത്തെക്കുറിച്ചുള്ള ആ ദർശനത്തെക്കുറിച്ച് ജെറമിയായിൽ നിന്ന് വായിക്കുന്ന ദാനിയേല് അനുതാപത്തോടുകൂടി ചാക്കുടുത്ത് ചാരം പൂശി പ്രാർത്ഥനയിൽ നിമഗ്നനായി കഴിയുന്ന രംഗമാണ് 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ ദാനിയേല് ജനത്തിന്റെ പാപത്തിനു വേണ്ടി പരിഹാരം ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന സംഭവമാണ് അവിടെ വിവരിക്കുന്നത്. ദാനിയേല് കരുണയാചിച്ചുകൊണ്ട് അവരുടെ ജനത്തിന്റെ അകൃത്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതപിക്കുന്ന രംഗമാണ് നമുക്ക് കാണുന്നത് സാധിക്കുന്നത്. ഞങ്ങൾ നിന്റെ കൽപ്പന ലംഘിച്ചു, ദുഷ്ടത പ്രവർത്തിച്ചു പോയി, ദൈവത്തെ ധിക്കരിച്ചു, പ്രവാചകരുടെ വചനങ്ങൾക്ക് ചെവി കൊടുത്തില്ല എന്ന് തുടങ്ങി തങ്ങളുടെ അകൃത്യങ്ങൾ ഓരോന്നോരോന്നായി ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കരുണയും പാപമോചനവും യാചിക്കുന്ന രംഗമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 8-9 വാക്യങ്ങളില് പ്രവാചകൻ പറയുന്ന ഒരു വാചകം, കരുണയും പാപമോചനവും കർത്താവിൻ്റെതാണ് എന്നുള്ള ആ അടിസ്ഥാന പ്രമാണം. അതുകൊണ്ട് തന്നെയാണ് പാപമോചനത്തിനായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിൽ നിന്ന് വേണം പാപമോചനം പ്രാപിക്കുവാൻ, ദൈവത്തിനാണ് പാപമോചിക്കുവാനുള്ള അധികാരം എന്നുള്ള ആ സത്യവും അതിൽ നിന്ന് അന്തർലീനമാണ്. നമ്മുടെ കുർബാനയിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തേടോറിന്റെ അനാഫ്രയിലെ 4-ാമത്തെ പ്രണാമ ജപത്തില് അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കർത്താവെ, മർത്യമായ ശരീരത്തിലും അമർത്യമായ ആത്മാവിലും ഞങ്ങളുടെ പരേതരായ സഹോദരർ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും അങ്ങയുടെ മുൻപാകെ അവർക്ക് വന്നുപോയിട്ടുള്ള വീഴ്ചകളും കൃപാപൂർവ്വം മോചിക്കണമേ. എന്തുകൊണ്ടെന്നാൽ പാപം ചെയ്യാത്തവരും അങ്ങേ പക്കൽ നിന്ന് കരുണയും പാപമോചനവും ആവശ്യമില്ലാത്തവരുമായി ആരുമില്ല. അങ്ങേ പക്കൽ നിന്ന് കരുണയും പാപമോചനവും ആവശ്യമില്ലാത്തവരായി ആരുമില്ല. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ പ്രവാചകൻ പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെയാണ് നമ്മുടെ കുർബാനയില്, പ്രാർത്ഥനയില്, ഗേഹന്ത പ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റുപറയുന്നത്. അതുകൊണ്ടാണ് പുരോഹിതൻ തുറന്ന് പ്രാർത്ഥിക്കുന്നത്, അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾ സംപ്രീതനാകണമെന്ന് ഞങ്ങൾ യാചിക്കുകയും അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന്. അപ്പോൾ ദൈവത്തിന്റെ സംപ്രീതിക്ക് വേണ്ടി, അവിടുത്തെ കരുണയും പാപമോചനവും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള യാതനയാണ് കുർബാനയിലും നമ്മൾ തുടരുന്നത്. കൊളോസായിലെ സഭയ്ക്കെഴുതുന്ന ലേഖനത്തില് പൗലോസ് ശ്ലീഹ കൊളോസായിലെ ലേഖനം 1-ാം അധ്യായത്തിലെ 12 മുതലുള്ള വാക്യങ്ങളില് മിശിഹായെക്കുറിച്ചുള്ള ഒരു വലിയ സ്തുതിപ്പാണ്, ഒരു ക്രിസ്റ്റലോജിക്കൽ ഹിമ്മാണ് നമ്മൾ കാണുന്നത്. മിശിഹായുടെ സമഗ്ര വിമോചകനായ അവിടുന്ന് പിതാവായ ദൈവത്തിന്റെ സത്തയുടെ പ്രതിരൂപമാണ്, എല്ലാ സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിജാതനാണ്, സമസ്തവും അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, അവനിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്, എല്ലാറ്റിനും മുമ്പുള്ളവനാണ് അവൻ. അവന് പിതാവുമായുള്ള പുത്രനായ മിശിഹായിക്ക്, മനുഷ്യനായി അവതരിച്ച മിശിഹായിക്ക് പിതാവുമായുള്ള ആ ഐക്യത്തെക്കുറിച്ചാണ് അവിടെ പൗലോസ് ശ്ലീഹ പ്രതിപാദിക്കുന്നത്. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്നത്തെ ലേഖനഭാഗം ആരംഭിക്കുന്നത് തന്നെ.
അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ച് തന്റെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് അവിടുന്ന് നമ്മെ ആനയിച്ചു എന്നാണ്. അപ്പോൾ ഈശോ തന്റെ ജീവിതത്തിലൂടെ, മനുഷ്യാവതാരത്തിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, സഹനമരണാധ്വാനങ്ങളിലൂടെ ചെയ്തത് എന്താണ്? അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുന്നാണ് രക്ഷ പ്രദാനം ചെയ്തത്. ഈ രക്ഷയെ സൂചിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് സുവിശേഷകന്മാരും പുതിയ നിയമ ഗ്രന്ഥകർത്താക്കളുമൊക്കെ പാപമോചനം രക്ഷ ആത്യന്തികമായി പാപമോചനത്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ള ചിന്ത വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുക, രക്ഷ നേടുക എന്ന് പറയുന്നത് അവിടുന്ന് നൽകുന്ന പാപമോചനം നേടുക എന്ന് തന്നെയാണ്. പാപമോചിക്കുവാനുള്ള അധികാരം ദൈവത്തിനാണ്. ആ ദൈവികമായ അധികാരം ഈശോയോട് വിനിയോഗിക്കുന്നത് കൊണ്ട് അവിടുന്ന് സത്യദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ്, ദൈവം തന്നെയാണ് എന്നുള്ള ആ സത്യം അവിടുന്ന് വെളിപ്പെടുത്തുകയുമാണ്. പരിശുദ്ധ കുർബാന തന്നെയാണ് പാപമോചനത്തിനുള്ള നമ്മെ സംബന്ധിച്ച് ഉറപ്പുള്ള ഒരു വേദി. അനുരഞ്ജന കൂദാശയിൽ പാപമോചിക്കപ്പെടുന്നുണ്ടെങ്കിലും പരിശുദ്ധ കുർബാന മുഴുവനും എത്രയോ പ്രാവശ്യമാണ് കുർബാനയിൽ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനുമായി ഈ ദിവ്യരഹസ്യങ്ങൾ അർപ്പിക്കപ്പെടുന്നു, ഈ ദിവ്യരഹസ്യങ്ങൾ നൽകപ്പെടുന്നു, സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ എത്രയോ തവണ നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ കാണുന്നുണ്ട്. പാപമോചകമായ മാമോദീസായുണ്ട്, പാപമോചനത്തിനുള്ള അനുരഞ്ജന കൂദാശയുണ്ട്. പാപമോചകമാണ് പരിശുദ്ധ കുർബാനയും. കുർബാനയിൽ ആത്മാർത്ഥമായി പങ്കെടുത്തുകൊണ്ട്, യോഗ്യതയോടെ പങ്കെടുത്തുകൊണ്ട് നമുക്ക് അവിടുന്ന് നൽകുന്ന പാപമോചനത്തിന് അർഹരാകാം. കാരണം അവിടുന്ന് നിന്നാണ് കരുണയും പാപമോചനവും നമുക്ക് ലഭിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ.